അനിയത്തിയുടെ കൊച്ചിൻ്റെ പേര് വിളിയായിരുന്നു കേട്ടോ ഞായറാഴ്ച. അപ്പം ഞങ്ങൾ ശനിയാഴ്ച ഈവനിങ് തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അവൾ പറയണത് നെയിം റിവീലിംഗ് ബോർഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന്. അവൾ ഫ്ലെക്സൊക്കെ അടിച്ച് ബാക്കി ഐറ്റംസൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വെച്ച് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മൾ ഫുഡിൻ്റെയൊക്കെ മുകളിൽ വയ്ക്കില്ലേ, ഓയിൽ പേപ്പർ പോലത്തെ, അതായിരുന്നു കേട്ടോ. അത് ഞങ്ങളങ്ങടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചത് ആ ബോൾസ് എല്ലാം കൂടി അതുമ്മലോട്ട് കയറി ഒട്ടിയിട്ടാ. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അതുമേനൊക്കെ വിടിയിച്ചിട്ട് പിന്നെ വേറെ ഷീറ്റൊക്കെ തപ്പി പിടിച്ച് ആണത് റെഡിയാക്കി എടുത്തത് കേട്ടോ. നല്ലോണം പാഴഴിച്ചു കേട്ടോ അത് ശരിയാക്കാൻ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ നല്ല കട്ടിയുള്ള പേപ്പറായിരിക്കണം വെക്കേണ്ടത്. അത് കട്ടി കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് പാടഴിച്ചു. എന്താവും ഇതിൻ്റെ അവസ്ഥയെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം വരെ ഒന്ന് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. എന്തായാലും അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ 12:30 ആയിട്ടുണ്ട് അവിടെ കിടന്നപ്പം. രാവിലെ തന്നെ ഇതിൻ്റെ ബലൂൺ വീർപ്പിക്കൽ ബാക്കി പരിപാടികളിലൊക്കെയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ബലൂൺ വീർപ്പിക്കാൻ. അച്ഛനും ഉഞ്ചനും ആൻറ്റിയും അമ്പാടിയും നന്തൂട്ടിയും അപ്പവും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ബാക്കി ബലൂണുകളൊക്കെ വീർപ്പിച്ച് ഫ്രണ്ടിൽ കൊച്ചിൻ്റെ തൊട്ടിയും കർട്ടനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കിയിട്ടാണ്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇത്ര കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് അത് കാണുമ്പോൾ ഒരു സന്തോഷം വേറെയാണല്ലേ. അപ്പോൾ ഇതിലുള്ള ചേട്ടാ.